മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ രാമായണ മാസത്തോടനുബന്ധിച്ചും അതിനു മുമ്പും എല്ലാം ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഇടവപ്പാതി കഴിഞ്ഞുള്ള മഴ, മിഥുനമാസത്തിലെ മഴ, കർക്കിടക മാസത്തിലെ മഴ, അതിലെ അമ്പലം മുഴുവനും ധാരാളം ചെടികളും ചെടികളുടെ പ്രായം കഴിഞ്ഞ കുറ്റിച്ചെടികളും അതിന് വളരെ താഴെയുള്ള പുല്ലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുക. ശരിക്കും പല അമ്പലങ്ങളും ഇപ്പൊ കാട് പിടിച്ച മാതിരിയായിരിക്കുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട്. നമ്മൾ അമ്പലത്തിൽ ചെന്ന് വഴിപാട് കൊടുത്ത് പ്രസാദവും വാങ്ങി പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ സ്പീച്ചിൽ പറഞ്ഞ മാതിരി വലിയ ഫീസ് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നു. പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ കുട്ടികൾക്ക് കിട്ടുമെന്ന മിഥ്യാധാരണയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് 1200-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളായിട്ടുള്ളൂ. ഏതാണ്ട് 40,000 ക്ഷേത്രങ്ങൾ സ്വതന്ത്രമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും എല്ലാം നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്ന ക്ഷേത്രങ്ങളാണ്. അവിടെ തീർച്ചയായിട്ടും ഉപദേശക സമിതിയുണ്ട്, പ്രവർത്തകരുണ്ട്, ധാരാളം യുവാക്കൾ ക്ഷേത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഓർമ്മിക്കാനുള്ളത്, വേനൽക്കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതാണ്ട് തുലാവർഷം കഴിഞ്ഞ് വൃശ്ചിക മാസത്തിലെ തണുപ്പ് കഴിഞ്ഞ് വേനലാവുമ്പോഴത്തേക്കും മഴ കാര്യമായിട്ടില്ലാതെ വരികയാണെങ്കിൽ ക്ഷേത്രത്തിലെ മതിലിന് ഉള്ളിലുള്ള എല്ലാ ചെടികളും മിക്കവാറും ഉണങ്ങി ക്ഷേത്രാന്തരീക്ഷത്തിൽ ക്ലീനായിട്ട് ഉണ്ടാവും. കാട് പിടിക്കാത്തൊരു അന്തരീക്ഷം ഉണ്ടാവും. പക്ഷെ ചെടികളെല്ലാം തിരിച്ചു വരുന്ന സമയമാണ് യഥാർത്ഥത്തിന് മഴക്കാലം. ആ ക്ഷേത്രം പള്ളി അങ്കണം പോലെ പള്ളികളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇപ്പൊ മസ്ജിദും ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങള്, എൻ്റെ ആ നടപ്പാത, എൻ്റെ ചുറ്റുമുള്ള സ്ഥലം എല്ലാം കാട് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും വെട്ടി വൃത്തിയാക്കി ക്ഷേത്രം ധന്യമാക്കാനുള്ള ഒരു യജ്ഞം കുറച്ചു പേരെങ്കിലും ചേർന്ന് നടത്തണം. ഏത് പ്രദേശത്തെയും ഒരു 4, 5, 6 യുവാക്കള്, യുവതികൾ ഉൾപ്പെടെ ക്ഷേത്ര ഉപദേശക സമിതിയിലുള്ള അംഗങ്ങള്, ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ അംഗങ്ങള്, മഹിളാ സമാജത്തിലെ അംഗങ്ങള്, ഇവര് ഇതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ യജ്ഞമേ വേണ്ടി വരുള്ളൂ. ശരിക്കും തിരുവനന്തപുരം ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. കർക്കിടക മാസം കഴിയാറാവുമ്പോൾ ധാരാളം വീടുകളും മിക്കവാറും കടകളും എല്ലാം ക്ലീൻ ആക്കിയിട്ട് പെയിന്റ് അടിക്കുക എന്നൊരു പരിപാടിയുണ്ട്. കർക്കിടക മാസം കഴിയുമ്പോഴാണ് എല്ലാ കടകളും ക്ലീൻ ആക്കിയിട്ട് പെയിന്റ് അടിക്കുക എന്നുള്ളത്. അപ്പൊ ചിങ്ങത്തിനെ വരവേൽക്കുക. ഇത് കടകള്, ബിസിനസ്, ചില വീടുകള്, എല്ലാ വീടുകളിലും അത് പതിവില്ല. പക്ഷെ ഈ കർക്കിടകത്തിനെ ദുർഘടം കഴിച്ച് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഓരോ അമ്പലവും ക്ലീനാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലം മാതിരി അമ്പലം വൃത്തികേടായിരിക്കുന്നത് നമ്മളുടെ അഭിമാനത്തിന് ക്ഷതമാണ്. പണ്ട് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ യുവാക്കൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഴയ തലമുറ ശ്രദ്ധിച്ചു ഇരുന്നില്ല. പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്, വളരെ അധികം വ്യത്യാസമുണ്ട്. ഇന്ന് യുവാക്കള്, പ്രത്യേകിച്ച് RSSലെ ആൾക്കാര്, വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘ സ്വയം സേവകര്, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ പ്രവർത്തകര്, NSSലെ ആണെങ്കിൽ യുവസമിതിയുണ്ട്, SNDPയുടെ യുവസമിതിയുണ്ട്, അതുപോലെ മഹിളാ സമിതിയുണ്ട്. ധാരാളം വ്യക്തികൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മുടെ ഈ യുവാക്കളും മഹിളാ സമാജവും അല്ലെങ്കിൽ ഭരണസമിതിയും നേരിട്ട് ശാരീരികമായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റെടുക്കുക. അതല്ലെങ്കിൽ 2 വ്യക്തികളെ വെച്ചിട്ട്
600 700 രൂപ കൊടുത്ത് 1500 രൂപ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിൽ അമ്പലം ക്ലീൻ ആക്കാം. ചിങ്ങമാസത്തിന് മുമ്പ്, ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പ് അമ്പലം ക്ലീൻ ആക്കുന്ന യജ്ഞം, അടിമുടി ക്ലീൻ ആക്കുന്ന യജ്ഞം. പുറത്തുള്ളവർക്ക് അത് കോൺട്രാക്ട് കൊടുക്കുക, വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാം. സഹായിക്കാൻ വരുന്നവർക്കൊക്കെ ഭക്ഷണം, ചെറിയ ഭക്ഷണം കൊടുക്കാം. അപ്പൊ യഥാർത്ഥത്തില് ഈ കർക്കടകത്തിന്റെ ആടിമാസത്തിലെ അപച്യുതിയും അതുപോലെ തന്നെ ദുഷ്ടലക്ഷ്മിയും എല്ലാം പോയി കഴിഞ്ഞാൽ ഐശ്വര്യത്തെ വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ സൂര്യൻ സ്വക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ചിങ്ങമാസത്തിലേക്ക് ചിങ്ങത്തിന്റെ 12 വ്യയം ആണ് കർക്കിടക മാസം. അപ്പൊ സൂര്യന്റെ 12 വ്യയമാണ്, ദുർഘടമാണ്, ദുഃഖമാണ്, കുറെ പ്രശ്നങ്ങളാണ്. അപ്പൊ പ്രശ്നങ്ങളും ദുർഘടങ്ങളും എല്ലാം കഴിഞ്ഞ് ധന്യമായിട്ട് സൂര്യൻ സ്വക്ഷേത്രത്തിലേക്ക് ചിങ്ങമാസത്തിലേക്ക് കയറുമ്പോഴത്തേക്കും പൊന്നിൻ ചിങ്ങമാസത്തിലെ ധന്യത നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഫലിക്കണം, വീടുകളിൽ പ്രതിഫലിക്കണം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഐശ്വര്യ സമ്പൂർണമാക്കി മാറ്റണം. അത് ക്ലീനാക്കാൻ വലിയ കോസ്റ്റ് ഇല്ല. ഒന്ന്, യുവാക്കള്, യുവതികള്, മാതൃസംഘടനകള്, ഉപദേശക സമിതി അല്ലെങ്കിൽ ക്ഷേത്ര ഭരണസമിതിക്കാര് ശാരീരികമായിട്ട് ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തില് അവസാനത്തെ ആഴ്ചകളില് ആരെങ്കിലും നിർത്തിയിട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും അമ്പലം, അമ്പലത്തിലെ പാത്രങ്ങള്, വിളക്കുകള്, വിളക്കുമാടം, ശ്രീകോവിലിന്റെ പുറവശം എല്ലാം ക്ലീൻ ചെയ്യാം. വർഷത്തിൽ ഒരിക്കൽ കർക്കിടക മാസത്തിന്റെ അവസാന ഭാഗം ക്ഷേത്രങ്ങൾ ക്ലീൻ ചെയ്ത് പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള അത്രയും വൃത്തിയും ശുചിത്വവും ഉള്ളതാക്കി മാറ്റാനുള്ള യജ്ഞം നമ്മൾ ചെയ്യണം. ഹിന്ദു എന്ന വാക്കിൽ അഭിമാനിച്ചാൽ മാത്രം പോരാ, അഭിമാനിക്കാനുള്ളതായിട്ട് ധാരാളം ഉണ്ടാവണം. ഓരോ പള്ളിയും ക്ലീൻ ആൻഡ് നീറ്റാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കാൻ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് അമ്പലങ്ങളിൽ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. വരുന്നവർ തന്നെ വലുതായിട്ട് വഴിപാടിനും ഡൊണേഷനും തരില്ല. ഇന്ന് ആൾക്കാർ വരുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്. വരാത്തവർ പോലും ഏത് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുന്ന ഒരു മഹായജ്ഞത്തിലേക്ക്, അതൊരു യജ്ഞമാണ്. വർഷത്തിലൊരിക്കൽ കർക്കിടകത്തിന്റെ ലാസ്റ്റ് പാർട്ട് പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കാൻ പാകത്തിന് നമ്മുടെ ക്ഷേത്രങ്ങള് സജ്ജമാക്കണം. അതിന് എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഡേറ്റ് തീരുമാനിക്കാം. കർക്കിടകത്തിലെ ലാസ്റ്റ് സൺഡേ, അല്ലെങ്കിൽ ചിങ്ങമാസത്തിലേക്ക് കടക്കരുത്, കർക്കിടകത്തിൽ ലാസ്റ്റ് സാറ്റർഡേ, കർക്കിടകത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അത് ക്ഷേത്രം വൃത്തിയാക്കണം. കർക്കിടകത്തിലെ കറുത്ത വാവിന്റെ മുമ്പിലത്തെ ദിവസം ക്ലീനാക്കിയാലും മതി. പിതൃകർമ്മം നടത്താനുള്ള ക്ഷേത്രമാണെങ്കിൽ ധന്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അത്. നമ്മൾ ഉടുക്കുന്ന, നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സുകൾ, നമ്മുടെ ശരീരം, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മളുടെ വീടിന്റെ അകത്തുള്ള ബെഡ്, ബെഡ്ഷീറ്റ്, ചെരുപ്പ് എല്ലാം ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം എന്നുള്ളത് അൺറിട്ടൺ ലോ ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന റൂൾസാണ്. ഈ ക്ഷേത്ര കാര്യങ്ങളിലും ഇതുണ്ടാവട്ടെ. എല്ലാ വർഷവും കർക്കിടകത്തിലെ ഒരു ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ഹോളിഡേ ക്ഷേത്രത്തെ നിരന്തരം ചൈതന്യമാക്കുന്ന മഹായജ്ഞത്തിലേക്ക് ഒന്നുകിൽ നമ്മൾ സ്വയം ഇറങ്ങുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പൈസ ശേഖരിച്ച് ജോലിക്കാരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കുക. അത് ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും ക്ലീനായിരിക്കാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.